ഹലോ, ഞാനിന്ന് വന്നിരിക്കുന്നത് അയർലൻഡിലോട്ടേക്ക് മൂവ് ആവുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും പ്രൊഫഷണൽസ് ആണെങ്കിലും ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഐറ്റംസ് മസ്റ്റ് ആയിട്ട് ക്യാരി ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് സേവ് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് കാര്യം മെഡിസിൻസ് ആണ്. ഇപ്പൊ നിങ്ങൾ റെഗുലർലി മെഡിസിൻസ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് കുറച്ച് കൂടുതൽ കൊണ്ടുവന്നോളൂ. ഇവിടെ ഫാർമസിയിൽ നമ്മൾ നേരിൽ ചെന്നിട്ട് വാങ്ങാൻ പറ്റുന്ന മെഡിസിൻസ് പാരസെറ്റമോൾ, കഫ് സിറപ്പ് അല്ലെങ്കിൽ സ്ട്രെപ്സിൽസ്, പിന്നെ പെയിൻ കില്ലേഴ്സ് അങ്ങനത്തെ തുടങ്ങിയ അല്ലെങ്കിൽ ഗ്യാസിന് പറ്റിയ സംഭവങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി പോയി ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരാം. പക്ഷെ ബാക്കിയുള്ളതെല്ലാം പ്രിസ്ക്രിപ്ഷൻ വേണ്ടി വരും. ഈ രണ്ടാമത്തെ കാര്യം, കുറച്ച് പേരെന്നോട് ചോദിച്ചത് ജാക്കറ്റ്സ് കൊണ്ടുവരണമെന്നുള്ളതാണ്. ഒരു ലൈറ്റ് വെയിറ്റ് ജാക്കറ്റ് നിങ്ങൾ കയ്യിൽ വെച്ചോളൂ, ഡീകാത്തലോണിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന പോലത്തെ വെച്ചോളൂ. പക്ഷെ സെപ്റ്റംബറിൽ വരുന്ന ഒരാൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെവി ജാക്കറ്റ്സ് ഇപ്പോഴേ വാങ്ങേണ്ട കാര്യമില്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഓഫറിലൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇത്രയും ഹെവി ആയിട്ട് തൂക്കിയിട്ട് വരണ്ടേ. അതിനേക്കാളും ബെറ്റർ നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങുന്നതാണ്. ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽസ് ഒക്കെ കിട്ടും, ആ സമയത്ത് വാങ്ങിച്ചാൽ മതി. ഇനി അതല്ല ഡിസംബർ ടൈമിലൊക്കെ മൂവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ജാക്കറ്റ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് കൊണ്ടുവന്നോളൂ, കുഴപ്പമില്ല. ഇനി ക്ലോത്ത്സ് എന്തൊക്കെ കൊണ്ടുവരണം എന്ന് പറയുകയാണെങ്കിൽ, വിന്റർ സീസൺസിനെ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ സ്വെറ്റ് ഷർട്ട്സ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഹുഡീസ് കൊണ്ടുവരിക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊണ്ടുവരിക. പിന്നെ തെർമൽസ് 2 സെറ്റ്സ്, ടോപ്പും ബോട്ടത്തിന് വേണ്ടി 2 സെറ്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാൽ മതി. അത്രയും തണുപ്പ് ബെയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ അയർലൻഡിലോട്ടേക്ക് മൂവ് ചെയ്തപ്പം അഗെയിൻ ഫേസ് ചെയ്തൊരു പ്രശ്നം തൊണ്ടവേദനയാണ്. തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ പോവാനും പാടാണ്. സോ അടുത്ത പോയിന്റ്, നെക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഷോളുകൾ അല്ലെങ്കിൽ നെക്ക് പ്രൊട്ടക്ഷന്റെ ഒരു ഇങ്ങനെ മുഖമൊക്കെ മറയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ നോക്കുക. അത് ഡീകാത്തലോണിലൊക്കെ കിട്ടും. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ വൂളൻ ഷോൾസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നെക്ക് നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുക. കാരണം ഒരു തവണ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പാടാട്ടോ പോവാൻ. ഒരു നല്ലൊരു ഷൂ കൊണ്ടുവരിക. ഷൂ എന്ന് പറയുമ്പം സ്ലിപ്പറി ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രിപ്പുള്ള ഷൂസ് തന്നെ കൊണ്ടുവരിക. കാരണം ഇവിടെ മോസ്റ്റ് ഓഫ് ദ ടൈം റെയിൻ ആണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെയുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റിയിൽ മെയിൻ കാര്യം ഹൈക്കിംഗ് ഒക്കെയാണ്. അപ്പം ഇവിടെ കുറെ മലകൾ കയറാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ. അപ്പം അങ്ങനത്തത് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഷൂസ് നല്ലത് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. സ്പൂൺസ്, സ്പാച്ചുലാസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊണ്ടുവരാവുന്നതാണ്. ഇപ്പം ചില വീടുകളിൽ ഓൾറെഡി ഐറ്റംസ് ഒക്കെ കിട്ടും, പക്ഷെ ചില ഇവിടെ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ബേസിക് ആയിട്ട് മിനിമം ഒരു 2-3 എണ്ണമൊക്കെ വെച്ചിട്ട് കൊണ്ടുവന്നാൽ മതിയായിരിക്കും. കാര്യം ബെഡ്ഷീറ്റ് ആണ്. ബെഡ്ഷീറ്റ്സ് കുറച്ച് ലാർജർ തന്നെ, അതായത് കിങ് സൈസോ അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം സൈസിൽ എന്താണോ കിട്ടുന്നത് അത് തന്നെ വാങ്ങിക്കോളൂ. കാരണം ഇവിടെ നിങ്ങൾ വീട് റീലൊക്കേറ്റ് ചെയ്യും തോറും ബെഡുകൾ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ബെഡ് കിട്ടില്ല. സോ ഏറ്റവും നല്ലത് വലുത് തന്നെ നോക്കി വാങ്ങിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ യൂട്ടൻസിൽസിന്റെ കാര്യങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഇൻഡക്ഷൻ ബേസ്ഡും ഗ്യാസ് ബേസ്ഡിനും പറ്റിയ പാത്രങ്ങൾ കൊണ്ടുവരിക. കാരണം ഇവിടുത്തെ മോസ്റ്റ് ഓഫ് ദ വീടുകളിലും ഇതെല്ലാം മിക്സ് ആയിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല ഏത് വീട്ടിലാണ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഗ്യാസ് കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റില്ല. സോ അതെല്ലാം പറ്റുന്ന ഉള്ള യൂട്ടൻസിൽസ് കൊണ്ടുവരാം. അങ്ങനെ കൂടുതൽ കൊണ്ടുവരണം എന്നില്ല. ഒരു കുക്കർ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് കുക്കർ കൊണ്ടുവരാം. പിന്നെ ഈ മുട്ടയും പാലൊക്കെ ബോയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രം, പിന്നെ ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൈക്രോവേവിലൊക്കെ വെക്കാൻ പറ്റുന്ന തരമുള്ള പാത്രങ്ങളെല്ലാം കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ കൊണ്ടുവരേണ്ട സാധനം അഡാപ്റ്റേഴ്സ് ആണ്. ഇപ്പം ഇന്ത്യൻ ചാർജേഴ്സിന്റെ സംഭവം ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എക്സ്റ്റൻഷൻ ബോർഡും അഡാപ്റ്റേഴ്സും കൊണ്ടുവരണം എന്നുള്ളതാണ്. കുക്ക്ഡ് മീൽസ് കൊണ്ടുവരിക എന്നുള്ള റെഡി ടു മീൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് പറ്റുമെങ്കിൽ ഒരു ആദ്യത്തെ 2 ദിവസത്തേക്കൊക്കെ. കാരണം നിങ്ങളൊന്ന് സെറ്റിൽ ആവുന്നവരെ നിങ്ങൾക്ക് പെട്ടെന്ന് മൈക്രോവേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ്സ് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പിന്നെ ബേസിക്കലി എൻ്റെ അടുത്ത് കുറച്ച് സ്റ്റുഡൻസ് പറഞ്ഞ കാര്യമാണ്, അരിയൊക്കെ കുറേ സ്റ്റുഡൻസ് കൊണ്ടുവരാറുണ്ടെന്ന്. പക്ഷെ അതിന്റെ ആവശ്യമില്ല, ഇവിടെ അത് ആക്ച്വലി കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും സാധനം തൂക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ഓൾമോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും മിസ് ചെയ്തെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ കമന്റ് സെക്ഷനിൽ കൊടുത്തോളൂ. അറ്റ്ലീസ്റ്റ് ഇത് കാണുന്ന ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആയിക്കോട്ടെ. വേറെ ഡൗട്ട്സ് ഉള്ള ആൾക്കാർക്കും ഈ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. മാക്സിമം അഡ്രസ് ചെയ്യാൻ നോക്കാം. താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ഓൾ ഗുഡ് ലക്ക്.